അലർജി കൊണ്ട് ഒരു രക്ഷയുമില്ല. പക്ഷേ എങ്കിലും ഇന്നെനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പോകുന്നത് എൻ്റെ സ്കൂളിലോട്ടാണ്. അപ്പോൾ അവിടെ ആനുവൽ ഡേ നടക്കുവാണ്. അപ്പോൾ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ എന്താളും കൂടെ പോകാമെന്ന് വിചാരിച്ചു. യെസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്, അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടുന്ന് വേണം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അങ്ങനെ അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ അമ്മ എനിക്കൊരു പഴം എടുത്തുകൊണ്ട് തന്നു കേട്ടോ. പിന്നെ പഴമൊക്കെ കഴിച്ചിട്ട് മാമൻ്റെ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളത് ഇറങ്ങുകയാണ്. അപ്പോൾ അവളെ ഒരുക്കി റെഡിയാക്കിയിട്ട് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലോട്ടാട്ടോ പോകുന്നത്. ഞാൻ പഠിക്കുമ്പോൾ ഇത് സെൻറ്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻറ്റർ സ്കൂളായിരുന്നു. ഇപ്പോൾ ഇത് അമൃത വിദ്യാലയമായി, അമൃതാനന്ദമായി എടുത്തു കേട്ടോ ഈ സ്കൂള്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ടീച്ചേഴ്സിനെയും സ്കൂളും ക്ലാസ്സും അതുപോലെ ആൻറ്റിമാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും കാണണമെന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഇതുപോലെ ടർഫോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലേ ഗ്രൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്ഡായി സ്കൂള്. അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ ഒന്ന് ആസ്വദിക്കുകയാണ്. പിന്നെ അവളും നമ്മുടെ കസിനും അതുപോലെ തന്നെ അവളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേളിലൊക്കെ കയറി നിന്നു, പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് എൻ്റെ ക്ലാസ്. ഞാൻ 10th പഠിച്ച ക്ലാസ്സാണ്. ഞാൻ 1 to 10th ആണ് ഈ സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ക്ലാസ് ഇവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വരാന്തയിലൊക്കെ ഞാൻ പുറത്തോട്ട് നോക്കി നിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ, നമുക്ക് പ്രെയർ ടൈമിലൊക്കെ വരാന്തയിൽ വന്ന് നിൽക്കണം. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കുറേ ആലോചിച്ച്, കുറേ മെമ്മറീസൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് പിള്ളേരെല്ലാം അതിൻ്റെ ഒരുക്കത്തിലായിരുന്നു. പിന്നെ അവരെയൊക്കെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രോഗ്രാം കാണാനായിട്ട് സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയി. ഞാൻ പഠിക്കുമ്പോൾ ഇതൊരു കിൻഡർ ഗാർഡൻ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് പ്രോഗ്രാംസ് എല്ലാം നടത്തുന്നതെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ ടീച്ചർമാരെ കണ്ടു, ആൻറ്റിമാരെ കണ്ടു. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാനൊരു മാവേലീനെ കണ്ടു കേട്ടോ. എനിക്ക് കോമഡി ആയിരുന്നു ശരിക്കും. ക്രിസ്മസ് ടൈമിലൊരു മാവേലീനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വന്നപ്പോഴും അവനോട് നിൽപ്പുണ്ടായിരുന്നു. ഇതാണ് പുറത്തെ ഒരു വ്യൂ സ്കൂളിൻ്റെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കനാൽ സ്പേസിലാണ്. ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഒരു കനാലാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഒരു ടീ ഷോപ്പും ഉണ്ട്, കനാൽ സ്പേസ്. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ